എന്താ വിശേഷം? അങ്ങനെ പോണ് പറയാറില്ലേ. ഇതിനെ പറ്റിയൊരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. Hello everyone, this is Nishad Ahmed from Brett's English Academy. Every day you learn a new sentence with me because you need to stop learning words and start learning phrases and sentences in order to build a fluency within no time. എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് പഠിക്കുക, വാക്കുകൾ പഠിക്കരുത്, ഫ്രേസുകൾ പഠിക്കുക ആൻഡ് നിങ്ങളെ ഫ്ലുവൻസി വർദ്ധിപ്പിക്കുക. So this is a new series and I have uploaded a lot of videos that will be helping you improve your fluency in English. Today let's look at a new sentence. Ready? അപ്പോൾ ഇത് എങ്ങനെയൊക്കെ പോണ് എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് just muddling along. Muddling along. Muddle. MUDDLEALONG. So just muddling along. How are you? Yeah, just muddling along. You know, everything is as usual and nothing's new. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് എന്ത് മഡ്ലിങ് അലോങ്. മാത്രമല്ല ഈ മഡ്ൽ അലോങ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബായിട്ട് ഉപയോഗിക്കാം. ആസ് ഐ എം ബ്രോക്ക് ഐ എം മഡ്ലിങ് അലോങ് വിത്ത് മൈ ഓൾഡ് ഫോൺ. എൻ്റെ അടുത്ത് കാശില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ടൈറ്റിലായതുകൊണ്ട്, ടൈറ്റ് ആണെങ്കിൽ ഐ എം ബ്രോക്ക്, കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പഴയ ഫോണായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ മാറ്റാതെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴൊക്കെ വി കൻ ഗോ ഫോർ muddle along. Alright? For example, എല്ലാ ജോലിയൊന്നും മാറുന്നില്ലേ? ഞാൻ മാറണം, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു muddle along at the moment. ഇപ്പോൾ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു പ്ലാനാണ്. സോ അങ്ങനെ when you do not have a plan to change and then you can go for muddle along. Alright? Anyway, thank you very much for watching this video. If you'd like to improve your fluency every day by learning a sentence, follow me for more. So what do you muddle along with? Muddle along with ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക and let me see the best sentence. Alright? Anyway, thank you very much for watching this video and see you tomorrow. Bye-bye.